ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ തറവാട്ടിൻ്റെ അടുത്തുള്ള കിണറ്റിലെ വരാൽ പിടുത്തം ഡേ 5. അപ്പോൾ 5 ദിവസമായിട്ട് നമ്മൾ ഒരു നീല കളർ വാലുള്ള നീലവാഹിനിയാണ് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ 4 ദിവസം ട്രൈ ചെയ്തിട്ട് 3 ദിവസം നമ്മൾക്ക് ചെറിയ ചെറിയ വരാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും നല്ലപോലെ പ്രിപ്പറേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആ ത്രിബിൾ ഹുക്ക് ഇട്ടിട്ട് കൊളുത്തി വലിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ലൈവ് ഫിഷ് ഉണ്ടോ അതുമാത്രം ഇടാൻ പറ്റുള്ളൂ. നമ്മൾ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി പാച്ചിടുന്ന. ഗായ്സ്, നമ്മൾ പാച്ച് വീട്ടിലില്ല, എന്താ ചെയ്യുക? ഞാൻ കുറേ വീട്ടിൽ ചോദിച്ചു, അടുത്തുള്ള വീട്ടിലേക്ക് ചോദിച്ചു, അവിടെയും പാറ്റൊന്നും ഇല്ലെന്നാണ് പറയണം. അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കുറച്ച് ലൈവ് ഫിഷ് ഉണ്ട്, അപ്പോൾ അത് ഇട്ടിട്ടാണ് ഇന്നത്തെ പരിശ്രമം. ഗായ്സ്, ഞാൻ വന്നതുമില്ലേ, അടുത്ത് പോയി നോക്കിയപ്പോൾ 4 വരാലിങ്ങനെ മേലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ വരാൽ എന്തായാലും ഉണ്ട്. പിന്നെ കിണറ്റിലെ വെള്ളമൊക്കെ നല്ലപോലെ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വാച്ച് കൂടിയൊന്നുമില്ല ഗായ്സ്, നമുക്ക് നേരെ വരാൽ പോയി പിടിക്കാം കേട്ടോ. ഗായ്സ്, വെള്ളം നല്ലപോലെ കൂടിയിട്ടുണ്ട് കേട്ടോ. മീനുണ്ട്, 2 മീന് ഗായ്സ്, 3 മീന്. ഓ മൈ ഗോഡ് ഗായ്സ്, മീനുകളുടെ ആഘോഷം കുറച്ചും കൂടി നോക്കാം. തന്നെ കിട്ടി, നോക്ക്, അത് പൊളിച്ച്. ബ്ലഡ് കണ്ടോ, ബ്ലഡ്. ഇത് വരാലിൻ്റെ ചോരയല്ലേ, എൻ്റെ ചോരയാണ്. എൻ്റെ കൈ മുറിച്ചു ഗൈസ്, നല്ല വേദനയുണ്ട്. ശുഭം, ചോര കണ്ടു, ഇനി നല്ലതേ നടക്കുള്ളൂല്ലേ ഗൈസ്. വരാലിന് നോക്കിയാലോ, എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, എന്നാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ. ഓ കണ്ടോ നോക്ക്, നല്ല സൈസ് ഉണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ ടാങ്കിൽ കൊണ്ട് വളർത്താം. അമ്മച്ചി കണ്ടോ, നല്ല സൈസ് ഉണ്ട്. പിന്നെ 2 കരിപ്പിടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്നേ കാണാനുള്ളൂ. 2 കരിപ്പിടി. പിന്നെ വേറെ ചെറിയ കുറേ മീനുണ്ട് കേട്ടോ. അവൻ്റെ തലയിൽ എന്തായാലും ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് കണ്ടോ, ഒരു കളറ് മങ്ങിച്ച പോലെ. നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. പാവല്ലേ, പാവമൊന്നുമല്ല, എൻ്റെ കയ്യും കൂടി പോയിട്ടുണ്ട്. നല്ല വേന കൈ ഗൈസ്. നമ്മൾക്ക് ഈ ബക്കറ്റ് അടച്ച് വയ്ക്കാം, അല്ലെങ്കിൽ അവനും കൂടി പോകും. ഗൈസ്, നമ്മൾ ലൈവ് ഫിഷ് തീറ്റിട്ടിട്ട് ലൈവ് ഫിഷ് കഴിയാറായി. അതുമാത്രമല്ല, വരാലിനെ പിടിക്കണതിനും കാട്ടി കഷ്ടമാണ് ഈ ചെറിയ പൊടീസിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. കയ്യിൽ കിട്ടണമില്ല. കിട്ടി ഗൈസ്. കണ്ട, ഇത്ര സൈസിലുള്ള മീനാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അവന്മാരിന് വേഗം കിട്ടില്ലെങ്കിൽ ചാവും. കരിപ്പിടി അവിടെ പോയിട്ടിടാം, അവിടെ കുറേ ബബിൾസ് വരുന്നുണ്ട്. 2 മീൻ കൂർത്തിട്ടിട്ടുണ്ട്. ഇതിലെന്തായാലും മീൻ കിട്ടണം. പിന്നെ ഈ ചെറിയ മീൻ ചത്ത. മൈ ഗോഡ്, വലുത്. പിന്നില്ലേ, ഈ നമ്മൾ ഇട്ട് കൊടുക്കണ മീനില്ലേ, ചത്തു പറഞ്ഞാലും അവന്മാർ തിന്നണില്ല. ജീവനുള്ളതേ അവന്മാർ തിന്നിട്ട് നമ്മളെ പറ്റിച്ചിട്ട് പോവാണ്. ഇനിയിപ്പോൾ ചത്ത മീനും കൂടി ഇട്ടാൽ പിന്നെ നോക്കണ്ട. ഗായ്സ്, ഇപ്രാവശ്യം 3 മീനാണ് ഞാൻ കോർത്തിട്ടിട്ടുള്ളത്.
കാരണം നമ്മൾ രാത്രി ആവാറായിട്ടുണ്ട്. ഇനി മീനൊന്നും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ ഞാൻ 3 ചെറിയ മീൻ കോർത്തിട്ടിട്ടുണ്ട്. 3 മീനുള്ളത് കൊണ്ട് തന്നെ ചൂണ്ട നല്ലതുപോലെ ആടുന്നുണ്ട് കേട്ടോ. ആകെ ഒരു മീനെ പിടിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് എല്ലാവരും നല്ല അലേർട്ടായി ഇരിക്കുന്നത് കണ്ടാ നോക്ക്. ഈ ആൾക്കാരൊക്കെ എങ്ങനെയാണോ എന്തോലും ഒരു ദിവസം തന്നെ 4-5 മീനൊക്കെ പിടിക്കണത്. ഇവിടെ ഒരു മീനെ കഷ്ടപ്പെട്ട് പിടിച്ചു, അടുത്ത മീനെ പിടിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ വന്നിട്ട് ഒരു 2-3 മണിക്കൂർ ആവാറായിട്ടുണ്ട്. ഇത്ര നേരമായിട്ടും ആ ഫസ്റ്റ് വന്നപ്പോൾ കിട്ടിയ മീനില്ലേ അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വേറെ ഒന്നും കിട്ടണില്ല ഗൈസ്. ആ വലിയ വലിയ വരാലുണ്ടല്ലോ, അവന്മാരൊക്കെ ഭയങ്കര അലേർട്ടായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് പിടിക്കാൻ കിട്ടണില്ല. ഞാൻ നല്ലപോലെ പരിശ്രമിച്ചു. ഇപ്രാവശ്യം ഞാൻ വീഡിയോ പോലും എടുക്കാണ്ട് അത്രയും ഡെഡിക്കേഷനിലോടെയാണ് ഗൈസ് ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി നിന്നത്. എന്നിട്ടും കിട്ടുന്നില്ല. പക്ഷെ നമ്മൾക്ക് കിട്ടിയ വരാൽ നമ്മൾ 3 ദിവസം പിടിച്ചതിനേക്കാളുള്ള വലിയ വരാലായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ ഫസ്റ്റ് വന്നത് എത്തി നോക്കിയപ്പോൾ തന്നെ ഇല്ലേ 4 വരാൽ ഇങ്ങനെ സുഖമായിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ. എന്തായാലും ഒരുത്തനെ കിട്ടി. പക്ഷെ ഇനി 3 എണ്ണം അവിടെ തന്നെ കളിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു 2-3 എണ്ണമൊക്കെ പിടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇത്ര നേരം പരിശ്രമിച്ചിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇന്നത്തെ പരിശ്രമം ഇവിടത്തോടെ അവസാനിച്ചു. പിന്നെ നമ്മളിന്ന് ത്രിബിൾ ഹുക്ക് വെച്ചിട്ട് മീനൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. പക്ഷെ കിട്ടണമൊന്നുമില്ല. അവന്മാർ കൊത്തുന്നില്ല. സത്യം പറഞ്ഞാൽ അവന്മാർക്ക് പേടി പിടിച്ചു. നമ്മൾ ഫസ്റ്റിനെ മീൻ പിടിച്ചപ്പോൾ ആ മീനുകളൊക്കെ ചുറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ആ പേടിച്ചിട്ട് അവന്മാരൊക്കെ താഴ്പോയി. പിന്നെ എയർ എടുക്കാൻ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ടൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് ഗൈസ് ഇന്നത്തെ വിശേഷം. പിന്നെ നമ്മുടെ നാട്ടിലൊന്നും പാറ്റൊന്നും കിട്ടുന്നില്ല. പിന്നെ തവള കുറേ ഞാൻ ഈ കാട് മൊത്തം അരിച്ചു പെറുക്കി, എന്നിട്ട് പോലും തവള ഒന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഈ മീൻ വെച്ചിട്ട് തന്നെയാണ് പിടിച്ചത്. എന്തായാലും നമ്മൾക്ക് മീൻ കിട്ടി ഗൈസ്. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.